വഖഫ് അധിനിവേശ വിരുദ്ധ സമരം 50-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ നടപടികളും നീളുകയാണ്. കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ട് 5 ദിവസമായി. പക്ഷേ നേരത്തെ തന്നെ ഞങ്ങൾ വാർത്ത നൽകിയതാണ്. ടേംസ് ഓഫ് റെഫറൻസ് ഇനിയും പുറത്തിറക്കിയിട്ടില്ല. സിവിൽ നിയമങ്ങൾ മുൻനിർത്തിയാണ് വിഷയം പരിഗണിക്കുക എന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ വ്യക്തമാക്കുന്നതിലാണ് മുനമ്പം നിവാസികളുടെ പ്രതീക്ഷ. വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പത്തെ ജനങ്ങൾ നടത്തുന്ന സമരം 47 ദിവസം പിന്നിടുകയാണ്. പ്രശ്നപരിഹാരത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചെങ്കിലും വിഷയം അനന്തമായി നീളുന്നതിനാൽ സമരം അവസാനിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറല്ല. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ടേംസ് ഓഫ് റെഫറൻസ് ഇറക്കാനോ കമ്മീഷന് പ്രവർത്തിക്കാനുള്ള ഓഫീസ് കണ്ടെത്താനുള്ള നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി നടപടി വേണമെന്നായിരുന്നു സമരസമിതിയുടെ ആവശ്യം. മറ്റ് വിവിധ ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് മുനമ്പം കമ്മീഷന്റെ ജോലികൾ പ്രാധാന്യത്തോടെ പൂർത്തിയാക്കുമെന്നും സർക്കാരിൽ നിന്ന് ടേംസ് ഓഫ് റെഫറൻസ് വന്നാലുടൻ ജോലികൾ ആരംഭിക്കുമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കമ്മീഷനോട് സഹകരിക്കാമെന്ന നിലപാടിൽ സമരസമിതിയും എത്തിയിരുന്നു. എന്നാൽ 3 മാസം സാവകാശം ചോദിച്ചെങ്കിലും പരമാവധി നേരത്തെ പരിഹാരമുണ്ടാക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ ശേഷം സർക്കാരിൽ നിന്നുണ്ടാകുന്ന ഈ മെല്ലെപ്പോക്ക് സമീപനം കമ്മീഷന്റെ റിപ്പോർട്ടും തുടർ നടപടികളും വൈകാൻ ഇടയാക്കുമെന്ന ആശങ്കയാണ് ഉയർത്തുന്നത്. സിവിൽ നിയമങ്ങൾ മുൻനിർത്തിയാണ് വിഷയം പരിഗണിക്കുകയെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ വ്യക്തമാക്കുന്നതിലാണ് മുനമ്പത്തെ ജനങ്ങളുടെ പ്രതീക്ഷ. ജനം, കൊച്ചി. കിരൺ കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, ഈ ജുഡീഷ്യൽ കമ്മീഷൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആഹ്ലാദത്തിലായ സമര സമിതിയിലുള്ള ആളുകൾ, സമരത്തിന് പിന്നിൽ അണിനിരന്ന ആളുകൾ പക്ഷേ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അവരുടെ ആ തീരുമാനം ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ഈ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം അത് ഏത് തരത്തിലായിരിക്കും എന്നാണ്, അതായത് അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഈ 5 ദിവസങ്ങൾ കഴിയുമ്പോഴുമുള്ള വ്യക്തത വരാത്ത കാര്യം. അപ്പോൾ എന്താണ് അവരുടെ ഒരു നിലപാട് ഇപ്പോഴും? ഈ 50-ാം ദിവസത്തിലേക്ക് അവരുടെ സമരം കടക്കുകയാണ്, അവരുടെ കിടപ്പാടം നേടിയെടുക്കാനുള്ള സമരത്തിലേക്ക് അവർ കടക്കുകയാണ്, ഒരു അരക്ഷിതാവസ്ഥയിലാണ്. അപ്പോൾ എന്താണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ വ്യക്തമാക്കുന്നതും ഒപ്പം ഈ സമരക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? വീണ, മുനമ്പത്തെ ജനങ്ങളുടെ സമരം അത് ഇന്ന് 47-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ സമരം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്, ഈ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് തങ്ങൾക്ക് വേണ്ടത് എന്നുള്ളൊരു കാര്യമായിരുന്നു ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. കൂടാതെ അത് വേഗത്തിലാവണം എന്നുള്ളൊരു കാര്യം കൂടി അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും തങ്ങളുടെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഈ സമരം നീളുന്നതിനിടയിൽ 41-ാമത്തെ ദിവസം മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പിന്നീട് മന്ത്രിസഭ ആദ്യം ഒരു ഉന്നതതല യോഗം ചേരുകയും അതിനുശേഷം ഈ വിഷയത്തിൽ പഠിക്കുന്നതിന് വേണ്ടി ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിരുന്നു, ഈ വിഷയത്തിൽ ഒരു പരിഹാരത്തിന് വേണ്ടി. എന്നാൽ 5 ദിവസം പിന്നിടുന്നു ഈ കാര്യത്തിൽ തീരുമാനം വന്നതിന് ശേഷം. എന്നാൽ ഇന്നലെ മാത്രമാണ് ഈ ടേംസ് ഓഫ് റെഫറൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിൻ്റെ നിർദ്ദേശമുണ്ടാകുന്നത്. നിലവിലിപ്പോൾ ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ട് ടേംസ് ഓഫ് റെഫറൻസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കമ്മീഷന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഇന്നലെ മാത്രമാണ് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിരുന്നത്. ഏതായാലും ഈ മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ആശങ്ക ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ സമരം അനന്തമായി തന്നെ നീണ്ടുപോവുകയാണ്. ഇങ്ങനൊരു കമ്മീഷനെ നിയോഗിച്ചാൽ പോലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവരും പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഇത് എത്ര സമയം ഇതിനു വേണ്ടി വരും എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ഇവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. നിലവിലിപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് 3 മാസത്തിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തണം എന്നുള്ളൊരു കാര്യമാണ് ജുഡീഷ്യൽ കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും മുനമ്പത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് 1 മാസത്തിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാവണം. കാര്യം അവരുടെ റവന്യൂ രേഖകൾ അവകാശങ്ങളടക്കം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് അവരുടെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കല്യാണമുണ്ട്, വിദ്യാഭ്യാസ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ റവന്യൂ അവകാശങ്ങളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ജനങ്ങൾ നേരിടുന്നത്. മാത്രവുമല്ല
ഇന്നലെ സമരസമിതി ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. തങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോയിട്ട് വലിയൊരു ക്ഷീണം തന്നെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി നേരിടുന്നു. തങ്ങൾക്ക് സമരത്തിൽ ഉള്ള പല ആളുകൾക്കും വലിയ രീതിയിൽ തന്നെ ഒരു പ്രായമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ട്. ഇതൊക്കെയെല്ലാം തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇനിയും ഇതുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉടനെ ഒരു പരിഹാരം വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം സമരം അവസാനിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ. പക്ഷേ ഞങ്ങളത് അവസാനിപ്പിക്കുന്നില്ല, തുടരും എന്ന് മുനമ്പത്തുകാർ പറഞ്ഞു. ഒരുപക്ഷെ അവർ ഇതൊക്കെയും മുൻകൂട്ടി കണ്ടിരുന്നുവോ? കൃഷ്ണരാജ്, ഏതായാലും ഈ മുനമ്പത്തെ ജനങ്ങൾ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുണ്ടായി ഉടനെ തന്നെ ഈ സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു കാര്യം, അതായത് സർക്കാർ ഇടപെടുന്നു ഉടനെ സമരം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലുള്ളതല്ല ഇവരുടെ ആവശ്യം. കാര്യം ഈ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. ആ പരിഹാരം കണ്ടെത്തുന്നത് വരെ ഈ സമരം തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം വന്നതിന് ശേഷവും അവർ വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ സമരം മറ്റു രീതിയിലേക്ക് ആർക്കും തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല. ഇവർ പള്ളിയുടെ പരിസരത്താണ് ഈ സമരം നടത്തുന്നത്. ഇതൊരു പ്രാർത്ഥന സമരമാണ്. എന്നിരുന്നാൽ പോലും തങ്ങളുടെ അവകാശങ്ങൾ അത് നേടിയെടുക്കുന്നത് വരെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ സമരത്തിന് വലിയൊരു പിന്തുണ ഇപ്പോൾ ലഭിച്ചു വരുന്നുണ്ട്. ക്രൈസ്തവ സഭയുടെ ഭാഗത്തു നിന്നുമാണെങ്കിലും ഒപ്പം തന്നെ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും അടക്കം വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്തുണ കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് സമരസമിതിയിലെ ആളുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ 47ാം ദിവസം ഇന്ന് പിന്നിടുകയാണ്. സമരം ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം എന്നത് കിട്ടുന്നത് വരെ, അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ ഈ വിഷയത്തിൽ സമരം തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് സമരസമിതി വ്യക്തമാക്കുന്നത്. കൃഷ്ണരാജ്, ശരി. മുനമ്പം സമരം 3 നാൾ കൂടി കഴിയുമ്പോൾ 50 ദിവസം ആവുകയാണ്. അതായത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു, പക്ഷേ ടേംസ് ഓഫ് റെഫറൻസ് പോലും ഇതുവരെ ഇറക്കിയിട്ടില്ല. എങ്ങനെയാണ് ജുഡീഷ്യൽ അന്വേഷണം എന്നതിനെ കുറിച്ചൊരു ധാരണയില്ല. മുനമ്പത്തുകാർ ഇപ്പോഴും ആശങ്കയിലാണ്. അവർക്ക് വർഷങ്ങളായി, തലമുറകളായി ജീവിച്ചു വരുന്ന ഇടം നഷ്ടമാകുമോ എന്ന പേടി സ്വാഭാവികം മാത്രമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺ കുമാർ.